അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനത്തുകളെ, അല്ലാഹുവിൻ്റെ മഹത്തായ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. നമുക്കറിയാം, റമദാൻ മാസത്തിൽ ധാരാളം അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വാരിക്കൊടുക്കുന്ന ഒരു മാസമാണ്, പുണ്യമാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇബാദത്തുകളിലും പല നന്മകളും മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം ഏവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗം ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും തന്നെ ഉണ്ടാവില്ല. എങ്കിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്വർഗം ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്, സ്വർഗം 4 വിഭാഗം ജനങ്ങളെ, 4 ആൾക്കാരെ ആഗ്രഹിക്കുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു. അൽ ജന്നത്തു മുസ്താഖത്തുൽ ലി അർബഅത്തി നഫർ. 4 വിഭാഗം ആൾക്കാരെ സ്വർഗം ആഗ്രഹിക്കും, സ്വർഗം കൊതിക്കും. അതിൽ ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത് താലിൽ ഖുർആൻ, ഖുർആൻ എന്ന് ഓതുന്ന ആൾക്കാർ, ഖുർആനിനെ സ്നേഹിക്കുന്നവർ. നാം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീടുകളിലൊക്കെ ഖുർആനില്ലാത്ത ഒരു വീട് തന്നെ ഉണ്ടാവില്ല. ഖുർആൻ ഓതാൻ അറിയാത്തവരാരും വീടുകളിലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എത്ര പേരാണ് ആ ഖുർആൻ നമ്മൾ മറിച്ച് ഓതുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മുമ്പിലുള്ള ഖുർആൻ ദായമാക്കുന്ന, ഖുർആൻ ഓതുന്ന, ഖുർആൻ സ്നേഹിക്കുന്ന ആൾക്കാരെ സ്വർഗം ആഗ്രഹിക്കുമെന്ന് നബിതങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതാൻ നമ്മൾ ശ്രമിക്കുക. ഖുർആൻ ഓതാൻ അറിയാത്തവരാണെങ്കിൽ അവരുടെ മക്കളെ കൊണ്ട് ഖുർആൻ ഓതാൻ പറയുക. എന്നിട്ട് അത് കേട്ട് കുറച്ച് അല്പമെങ്കിലും നമ്മൾ ഇരിക്കുക. അത് ദായമാക്കാൻ ശ്രമിക്കുക. ഖുർആൻ കേൾക്കുന്ന വിഭാഗത്തിലെങ്കിലും നമ്മൾ പെടുമല്ലോ. രണ്ടാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടത് ഹിഫ്ദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കുന്ന ആൾക്കാർ. ഈബത്ത്, നമീമത്ത്, പരദൂഷണം പോലെയുള്ള മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പറയുന്ന, അതേപോലെ പരിഹസിക്കുന്ന കാര്യങ്ങൾ തൊട്ട് അവൻ്റെ നാവിനെ സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കുന്നവനെയും സ്വർഗം കൊതിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത് മുത്ഇമുൽ ജിആൻ. മുത്ഇമുൽ ജിആൻ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിക്കുക. വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കുന്നവനെയും സ്വർഗം കൊതിക്കുന്നുവെന്ന് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയ പരിശുദ്ധമായ റമദാനിൽ ധാരാളം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. കിറ്റുകളെ കൊണ്ടും അതേപോലെ നോമ്പ് തുറകളെ കൊണ്ടൊക്കെ സജീവമാകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മറ്റുള്ളവർ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്, അത് ഏത് നിലക്കും കൂട്ടായ്മയും കൂടെ ആവാം, അല്ലെങ്കിൽ അവനെ വ്യക്തിപരമായിട്ട് ഒരാളെ ഭക്ഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് അങ്ങനെയും ആവാം, കൂട്ടായിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയും ആവാം. ഏത് രീതിയിലാവട്ടെ, വിശക്കുന്ന ഒരാളെ ഭക്ഷിപ്പിക്കുക. അങ്ങനത്തെ ആൾക്കാരെ സ്വർഗം കൊതിക്കുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ധാരാളം കിറ്റുകളൊക്കെ വിതരണം ചെയ്യുന്ന സമയമാണല്ലോ. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്, സ്വർഗം കൊതിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് കഴിയുന്ന ആൾക്കാരൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നാലാമതായിക്കൊണ്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത് വസ്സായിമൂന ഫീ ശഹ്രി റമദാൻ. റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ ആ റമദാനിൽ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന നോമ്പുകാരനെയും സ്വർഗം കൊതിക്കുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോമ്പാകണം. നോമ്പ് വെറുതെ നോമ്പെടുത്തിട്ട് കാര്യമില്ല. നോമ്പെടുക്കുക, കിടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക, നോമ്പ് ഉറക്കുക, അങ്ങനെ കിടന്നുറങ്ങി പോകലില്ല. നോമ്പെടുത്തുകൊണ്ട് ആ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, വഹ്തിസാബൻ എന്നാണ് പറഞ്ഞത്, കൂലി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന നോമ്പ്, ആ നോമ്പുകാരനെയും സ്വർഗം കൊതിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ സ്വർഗം കൊതിക്കുന്ന വിഭാഗത്തിൽ നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഖൈറാത്തുകൾ, നന്മകൾ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ചെയ്തു കൂട്ടാൻ അല്ലാഹു തആല നമുക്ക് ഇവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.